എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്നത്തെ കാലത്ത് ഒരുപാട് സിനിമകളിൽ അല്ലെങ്കിൽ ഒരുപാട് വീഡിയോസിൽ കാണാം ഒരു വണ്ടി റിവേഴ്സ് ഗിയറിൽ ഭയങ്കര സ്പീഡിൽ പോകണു, ഒരു വണ്ടി അതിനെ ചേസ് ചെയ്യണു, അല്ലെങ്കിൽ ഒരു പോലീസ് വണ്ടി അതിനെ ചേസ് ചെയ്യണു, എന്നിട്ട് അവർ പെട്ടെന്ന് റിവേഴ്സ് ഗിയറിൽ നിന്ന് അങ്ങോട്ട് ട്വിസ്റ്റ് ചെയ്തിട്ട് ഫോർവേഡ് ഡയറക്ഷനിൽ പോകുന്നു. അല്ലെങ്കിൽ പലപ്പോഴും ഫോർവേഡ് ഡയറക്ഷനിൽ പോകുമ്പോൾ റിവേഴ്സിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ട് പിന്നെ ഹൈ സ്പീഡിൽ പോകും. അപ്പോൾ നമുക്കൊക്കെ ആ വീഡിയോ കാണുമ്പോൾ തോന്നും അങ്ങനെയാണെങ്കിൽ ആ പോലീസ് വണ്ടിക്കോ അല്ലെങ്കിൽ ആ വില്ലൻ്റെ വണ്ടിക്കോ പോയിട്ട് മറ്റേ വണ്ടീനെ ഇടിച്ചിട്ട് അതിനെ ഡയറക്ഷൻ തെറ്റിച്ച് വിട്ടൂടെ. അപ്പോൾ നമ്മൾ കാണുന്നത് എന്താണ്, ഈ വില്ലൻ്റെ വണ്ടിയോ പോലീസ് വണ്ടിയോ അതിനെ മുട്ടാൻ പറ്റുന്നില്ല, അത്രയും സ്പീഡിലാണ് ആ വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത് റിവേഴ്സ് ഗിയറിൽ. പക്ഷെ അത് ആക്ച്വലി പോസിബിൾ ആണോ? അപ്പോൾ ശരിക്കും അങ്ങനെ ഒരു വണ്ടിക്ക് അത്ര സ്പീഡിൽ പോകാൻ പറ്റുമോ റിവേഴ്സ് ഗിയറിൽ? അപ്പോൾ ഇതൊന്നും അറിയാൻ വേണ്ടിയിട്ട് ഞാനൊരു എക്സ്പെരിമെൻറ്റ് ചെയ്ത് നോക്കി. എൻ്റെ ഈ വണ്ടി തന്നെ ഞാനൊന്ന് റിവേഴ്സ് ഗിയറിൽ മാക്സിമം എത്ര സ്പീഡിൽ പോകുമെന്ന് നോക്കി. അപ്പോൾ അതിൻ്റെ വീഡിയോ നമുക്കിവിടെ കാണാം. അപ്പോൾ റിവേഴ്സ് ഗിയറിൽ ഇത്ര സ്പീഡിൽ മാക്സിമം പോകുന്നുള്ളൂ. അപ്പോൾ പിന്നെ സിനിമയിൽ കാണുമ്പോൾ നമുക്ക് തോന്നില്ല എന്നാൽ ശരിക്കും പറഞ്ഞാൽ തട്ടാമായിരുന്നു. പക്ഷേ സിനിമയിലത്തെ ഒരു ഗിമ്മിക്കാണത്, ആ കാർ അത്രയും സ്പീഡിൽ ബാക്കിൽ പോകുന്നുള്ളൂ. ശരിക്കും ഒരു കാറിന് ബാക്കിലേക്ക് അല്ലെങ്കിൽ റിവേഴ്സ് ഗിയറിൽ പോകാൻ പറ്റുന്ന സ്പീഡിന് ഒരു ലിമിറ്റ് ഉണ്ട്. അതെല്ലാ വണ്ടിക്കും ഒരേ സ്പീഡ് ആവണമെന്നില്ല. അതെങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാന്ന് വെച്ചാൽ, നമ്മുടെ വണ്ടിയുടെ ഗിയർ ബോക്സിൽ ഗിയർ റേഷ്യോസ് ഉണ്ട്. ഇപ്പോൾ ഈ വണ്ടി പറയുന്നത് 7 സ്പീഡ് DCT ആണ്. 7 സ്പീഡ് പറഞ്ഞാൽ 7 ഗിയർ അതിലുണ്ട് ഫോർവേഡ് ഡയറക്ഷനിൽ, പിന്നെ റിവേഴ്സ് ഡയറക്ഷനിൽ ഒരു ഗിയറാണുള്ളത്. അപ്പോൾ ഈ ഓരോ ഗിയറിനും ഓരോ റേഷ്യോ ഉണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ വണ്ടിയുടെ എൻജിൻ്റെ RPM നിന്ന് ഈ ഗിയർ റേഷ്യോനെ മൾട്ടിപ്ലൈ ചെയ്താൽ വീലിലേക്ക് വരുന്ന സ്പീഡൊക്കെ നമുക്ക് കിട്ടും. അതായത് ഇപ്പോൾ ഓരോ പ്രൈമറി റേഷ്യോ, സെക്കൻഡറി റേഷ്യോ കൊണ്ട് പല റേഷ്യോകളുണ്ട്. നല്ല ഏകദേശം ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ റിവേഴ്സ് ഗിയറിനും ഒരു റേഷ്യോ ഉണ്ട്. ആ റേഷ്യോ വെച്ചിട്ട് നമുക്ക് നമ്മുടെ എൻജിൻ്റെ മാക്സിമം സ്പീഡ് പറയുന്നത് ചിലപ്പോൾ എൻജിൻ 7000 RPM വരെ പോവും, ചില എഞ്ചിനുകൾ 10000 RPM വരെ പോവും, ചില എഞ്ചിനുകൾ 6000 RPM ആയിരിക്കും, ചില ഡീസൽ എഞ്ചിനുകൾക്കൊക്കെ 2500 RPMs ഒക്കെയാണ് മാക്സിമം. ആ മാക്സിമം എൻജിൻ RPM ഡിവൈഡഡ് ബൈ ആ റിവേഴ്സ് ഗിയറിൻ്റെ റേഷ്യോ ചെയ്താൽ ഗിയർ ബോക്സ് കഴിഞ്ഞിട്ട് വരുന്ന ഷാഫ്റ്റിൻ്റെ സ്പീഡ് കിട്ടും. അത് വെച്ചിട്ട് പിന്നെ നമ്മൾ നമ്മുടെ ഡിഫറൻഷ്യലിൻ്റെ റേഷ്യോ, അതേപോലെ നമ്മുടെ വീൽ ഡയമീറ്ററൊക്കെ വെച്ചാൽ നമുക്ക് ശരിക്കും ആ വണ്ടിക്ക് റിവേഴ്സ് ഗിയറിൽ മാക്സിമം എത്ര സ്പീഡിൽ പോകാൻ പറ്റുമെന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത്രയും കാലം കണ്ടിട്ടുള്ള ഈ ഒരു വീഡിയോകളിൽ നിന്നൊക്കെ ഇങ്ങനത്തെ സംശയം തോന്നിയിട്ടുണ്ടെങ്കിൽ ഇതാണ് അതിൻ്റെ ഉത്തരം.